വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി, സെയിൽസ് പേഴ്സൺസിൻ്റെ പേഴ്സണാലിറ്റി അത് പ്രോപ്പറായിട്ട് ആ ഒരു അവരുടെ ജെസ്റ്ററ്, അവരുടെ പോസ്ചറ്, അവരുടെ ഐ കോണ്ടാക്ട്, ദ വേ ദേ സ്പീക്ക്, അവരെങ്ങനെ സംസാരിക്കുന്നു, എന്തൊക്കെ വാക്കുകൾ അവർ പ്രയോഗിക്കുന്നു, എന്തിനൊക്കെ കുറിച്ച് അവർ അവിടെ ആ ടോക്ക് ഒഴിവാക്കിയിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ തന്നെയും നമ്മളത് ടീമിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിച്ചിട്ടില്ലെങ്കിൽ അവിടെ കസ്റ്റമർ ട്രെയിൻ ചെയ്യുക എന്ന് മാത്രമല്ല, അപ്പം നമ്മൾ തന്നെയും നമുക്കറിയാം ചില ഷോപ്പുകളിൽ ചില സെയിൽസ്മാൻമാരുണ്ടാവും, ബിസിനസ് ചിലപ്പോൾ ഡള്ളായിട്ട് ഇങ്ങനെ പോയേക്കും. നമ്മൾ ആ സെയിൽസ്മാനെ ഒന്നും മാറ്റിയാൽ മതി, വേറെ ആളെ കൊണ്ടുവച്ചാൽ കാണാം എനിക്ക് എവിടെ നിന്ന് വന്നു, ബിസിനസ് കാണാൻ അങ്ങ് കയറുന്നു. വ്യക്തികളെ എന്താണ്, ഓരോ വ്യക്തിക്കും ബിസിനസ്സിന്റെ വ്യത്യസ്തമായ രീതികളുണ്ട്, വ്യത്യസ്തമായിട്ടുണ്ട്. ഒരാളെങ്ങും മാറ്റി കഴിഞ്ഞാൽ അവിടെ ബിസിനസ് കയറുമെങ്കിൽ, നമ്മൾ ബിസിനസ്മാൻമാരോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കുറേ ബിസിനസ് നടക്കുന്നില്ല, ടെൻഷൻസ് ഒക്കെ അതങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നല്ലവണ്ണം ആലോചിക്കുക, ഒരു വ്യക്തിയെ മാറ്റിയാൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെയാണ് ഈ സെയിൽസ്മാൻ്റെ പേഴ്സണാലിറ്റി, ഇവരുടെ ക്ലോസിങ് എബിലിറ്റി, നേരത്തെ പറഞ്ഞ നമ്മുടെ എംപ്റ്റി നെറ്റ്, ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു, എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒക്കെ നമ്മൾ അതിന് കഴിവുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒന്ന് മാറ്റി അവിടെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബിസിനസ് വളരും. തീർച്ചയായിട്ടും അത് നമുക്ക് അനുഭവമാണ്. എനിക്കൊക്കെ ഒരുപാട് അനുഭവം. ഞാൻ പൂട്ടാൻ വിചാരിച്ച പല ഷോപ്പുകളും ഒരാളെ മാറ്റിയപ്പോഴത്തേക്കും ആദ്യത്തിനേക്കാൾ ഒരുപാട് ലാഭത്തിലേക്ക് കയറി വന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മൾ സ്പെഷ്യലായിട്ട് അവർക്കൊരു വേറൊരു ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല, ആള് മാറി എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അവിടെ. തീർച്ചയായിട്ടും അതെ, ഒരു പേഴ്സണാലിറ്റിക്ക് കഴിയും. അപ്പൊ എന്തിനധികം നിങ്ങൾ എന്റെ അടുത്ത് നല്ല പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങ് എടുക്കുന്നത് എന്ത് വന്നാലും ഞാൻ ഇവിടെ ഉണ്ട്, ഇത് കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹൈ ടിക്കറ്റ് പറയാൻ വലിയ ഞാനൊരു മൊബൈൽ ഫോണിന്റെ ആളായതുകൊണ്ട് പറയാം, ചെറിയ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് തന്നെ ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോകണം. അല്ല, എന്റെ ഒരു ഉദാഹരണം അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരുത്തൻ എങ്ങനെ അവന് വലിയൊരു ഫോൺ വിൽക്കാൻ പറ്റും? ശരിയാണ്, കഴിയില്ല. അവന് കോൺഫിഡൻസ് ഇല്ലാതെ ചെറിയ ഫോണുകൾ ഇപ്പോൾ വിൽക്കാൻ പറ്റും. ചില ഷോപ്പിലൊക്കെ ചെന്നാൽ പറയും ഇവിടെ വലിയ എമൗണ്ടിന്റെ ടെലഫോണുകളൊന്നും പോവില്ല, നമ്മൾ ഹോൾസെയിലുകൾ ചെയ്യുന്നുണ്ട്, മറ്റു ഷോപ്പുകളിൽ പോകാറുണ്ട്, അവർക്ക് ചെറിയ ചെറിയ ഫോണുകളെ വേണ്ടുള്ളൂ. എന്നാൽ മറ്റൊരു ഷോപ്പിൽ ചെന്നാൽ പറയും ഇവിടെ ചെറിയ ഫോണുകൾ പോകില്ല, വലിയ ഫോണുകളെ പോകുള്ളൂ. ഇതൊക്കെ ആ ഒരു മെന്റാലിറ്റിയാണ്, സെയിൽസ് പേഴ്സന്റെ പേഴ്സണാലിറ്റിയാണ്. നേരത്തെ പറഞ്ഞല്ലോ ബാർഗെയിൻ ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർക്ക് വലിയൊരു ലെവലിലോട്ട് എത്താൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും അല്ല പറയുന്നത്, പക്ഷേ ഒരു പെർസെൻറ്റേജ് എടുക്കുന്ന മെജോറിറ്റിയും ഒരു ലെവലിലോട്ട് മുകളിലോട്ട് കയറാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനൊക്കെ എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത്. അതെ, എല്ലാ കാര്യങ്ങളെയും അവർ എക്സ്പെൻസ് ആയിട്ടാണ്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ ആ കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഡിഗ്രി കിട്ടും, പക്ഷെ അതിന് ഇത്രയും ചിലവല്ലേ, അതിന് എക്സ്പെൻസ് ആയിട്ട് കാണുന്നത്. ഇവിടെ ഒരു കോഴ്സ് പഠിച്ച് നമുക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കച്ചവടത്തിൽ കൂട്ടാൻ പറ്റുന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നല്ല അവർ കരുതുന്നത്. ഈ ഡിഫറൻസ് ഉണ്ട്. കസ്റ്റമർ നമ്മളടുത്തോട്ട് വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ പ്രൊജക്ട്സിൽ പലപ്പോഴും ഞാൻ പ്രൊപ്പോസൽ കൊടുക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇത്ര എന്ന് പറഞ്ഞ ടൈം കൊടുക്കുക, ദ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദിസ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഇത്ര, കാരണം അതിന് മൂല്യം കിട്ടും എന്നുള്ളത് അറിയാം, അവർക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. എക്സ്പെൻസ് ഫോർ ദ പ്രൊജക്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഫോർ ദിസ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പെൻസ് ആയിട്ട് കസ്റ്റമർ മൊബൈൽ വിൽക്കുന്ന സമയത്ത് ആ മൊബൈൽ ഇതിന് നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നും ഈ ഫോൺ വഴി ഞാൻ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള തോന്നും. അതെ, ഇത്തരത്തിലൊരു എത്ര എമൗണ്ട് എന്ന് പറയുന്നേക്കാൾ നല്ലത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഇതുപോലുള്ള നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അവർക്ക് ചിന്ത ഉണ്ടാവാൻ ചാൻസ് ഉള്ള വാക്കുകൾ. നമ്മളുടെ ഓഡിയൻസ് ഇപ്പൊ ഇതൊക്കെ പോസിബിൾ ആണോ, എന്റെ നാട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കളിയാക്കില്ലേ? തീർച്ചയായിട്ടും കളിയാക്കണം. ബി ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, മാത്രമല്ല ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അതിനുള്ള ചങ്കൂറ്റം നമുക്ക് വേണം. എന്നും അതാണ് ചിന്തിക്കേണ്ടത്. എന്താണ് ഞാനെന്ത് എന്റെ കസ്റ്റമറിന് ഡിഫറൻസ് ആയിട്ട് എന്ത് കൊടുക്കും, അതിലാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. എന്റെ ഷോപ്പിൽ നിന്ന് മറ്റുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴും ഉള്ള സെയിം ബില്ലാണോ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ള ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന സെയിം കീശ ഇത് തന്നെയാണോ? ഡ്യൂഡ് ടെലികോം. Dude Telecom.